മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പരാമർശം അപമാനകരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഗാന്ധിജിയെക്കുറിച്ചറിയാൻ ലോകത്തിന് സിനിമയുടെ ആവശ്യമില്ലെന്ന് കത്തോലിക്ക സഭാ മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതി. നരേന്ദ്രമോദിക്കെതിരെ സംവിധായകൻ ലൂയിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദു മഹാസഭയുടെ പ്രേതം ബാധിച്ചെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഗോഡ്സെയെ പോലെ ഗാന്ധി ഘാതകരിൽ നിന്ന് പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരം പരാമർശം നടത്തിയതെന്നും രമേശ് ചെന്നിത്തല. അദ്ദേഹം കേവലം ഒരു സിനിമയുടെ മാത്രമാണ് ലോകത്തെ തലമുറകൾ അറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നാഥുറാം ഗോഡ്സെയെ പോലെയുള്ള ഗാന്ധി ഘാതകരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് പരിശീലനം കിട്ടിയതുകൊണ്ടാകാം. ഗാന്ധി സിനിമ ഇറങ്ങുന്നതിനു മുൻപേ മഹാത്മാഗാന്ധിയെ ലോകം ആരാധിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്ക് അത് വിശ്വസിക്കാൻ ആകുന്നില്ല എന്നത് കഷ്ടമാണെന്നായിരുന്നു ദീപികയുടെ മുഖപ്രസംഗം. ഗാന്ധിജിയെക്കുറിച്ച് അറിയാത്തവരുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന ചോദ്യവും മുഖപ്രസംഗത്തിലുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് മോദി നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷൻ എ റഹീം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത്. ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. വിവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചലച്ചിത്ര സംവിധായകൻ ലൂയിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതി നൽകി. ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം നിന്ദ്യവും അപകീർത്തികരവുമെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 ഡൽഹി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.